നിങ്ങളെന്താ ഇപ്പോ? അവനവിടെ അവനേത് ഫ്രണ്ടിന്റെ ഹോസ്പിറ്റൽ കേസായിട്ട് പോയേക്കാ. ആണോ? അവൻ വിളിച്ചിട്ടാ ഞങ്ങള് വന്ന. നിനക്ക് എന്തും തുറന്നു പറയാനുള്ള സ്പേസ് ഞങ്ങള് തന്നിട്ടില്ല. പിന്നെ എന്തിനാ അവനെ വിട്ട് പറയിപ്പിച്ച? ആരെ വിട്ട് എന്ത് പറയിപ്പിച്ചെന്ന് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ഇനി എന്തായാലും കല്യാണം നടത്താം. ആരുടെ? നിന്റെ അല്ലാതെ പിന്നെ ആരുടെയാ? അമ്മയ്ക്ക് എന്തിയേ? എനിക്കെന്താ അവന്റെ ഫാമിലിയോട് ഒന്ന് കാണാൻ പറയണം. മമ്മി എന്തൊക്കെയാ പപ്പ ഈ പറയുന്നേ? ആരുടെ ഫാമിലി? റയാന്റെ. What the fuck? ഹലോ ഹലോ ഞാൻ റയാൻ. മനസ്സിലായി. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? അത് പിന്നെ ഞാനും ക്യാതറിനും ഇഷ്ടത്തിലാണ്. വീട്ടിൽ പറയാൻ അവൾക്ക് ചെറിയൊരു ചമ്മൽ. അതാണ് ഞാൻ വിളിച്ച. കല്യാണം ഉടനെ നടത്തണമെന്നുണ്ട്. അവൾക്ക് പ്രേമോ? അവൾക്ക് തന്നെ +1 സ്റ്റാർട്ടിങ് തുടങ്ങിയതാ. എന്റെ കർത്താവ് ഇത്രയും മറിച്ചോ? മമ്മി എന്നെ വരെ തല ഇറങ്ങി വീഴും. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ടെൻഷനും ഉണ്ടായിരുന്നു, കൂടെ കുറച്ച് ചമ്മലം. അതാ ഞാൻ വിളിച്ച. ഈ മാസം തന്നെ മാരേജ് നടത്തണമെന്നുണ്ട്. ശരി, ഞാനതിതൊന്നും മമ്മീനെയും പപ്പേനെ അറിയിക്കട്ടെ. വെറുതെ അല്ലാലേടി നീ കല്യാണം വേണ്ടാതെ പറഞ്ഞുകൊണ്ടിരുന്നെ. കള്ളപ്പന്നി. കണ്ണടിച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്നായിരിക്കും വിചാരിച്ച. എടി കള്ള് കാമുകി. കാമുകി നിന്റെ മറ്റവള് കയ്യിൽ ഗ്ലാസ് ഇരിക്കുന്നിടത്ത് എറിഞ്ഞു വെച്ചിരുന്നു ഞാൻ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ വെക്കിട്ട് കയറണോ നീ ഇപ്പോ? അത് കൊള്ളാലോ. ഇത് വല്ല ശല്യമായല്ലോ. അയ്യോ സോറി, ലെറ്റ് മീ. No, it's okay, I'm fine. ഋഷി. ക്രിസ്റ്റി, നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. ഓ ക്യാതറിൻ, നീ ഇവിടെ ഒന്നും അല്ലേ? എത്ര തവണ വിളിക്കണം? അത് എന്താ വിളിച്ചേ? ഒന്നുമല്ല, ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ വിളിച്ചതാ. ഓ മോർണിംഗ്. ഞാൻ പോട്ടെ. നമുക്ക് എന്താണ് പറ്റിയ? നീ വരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അവളുടെ ഫോണൊന്ന് താഴെ പോയായിരുന്നു. അവരെന്തായാലും ചോദിച്ചാലോ? ഞാൻ ഒന്നും പറയില്ല, പ്രോമിസ്. ബട്ട് എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മുടെ ഇടയ്ക്ക് എന്തായാലും ഡീല് വെക്കാം. ഇത് ആരേലും നീ വഴി അറിഞ്ഞാൽ that day you will be mine utterly. What do you mean? I mean I will have you all myself, your body and your soul. അതിനുശേഷം നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ I will let you go. ഞാൻ ഈ സൈലൻസ് യെസ് ആയിട്ട് കൂട്ടുക. അത് നേരെ നോക്കി നടക്കണമായി. സോറി. ഫുഡ് കഴിക്കുന്നില്ല? കഴിക്കണ്ട്. അയാള് പോയോ? ആര്? മോർണിംഗ് കണ്ടത്. ഋഷിയാ? ഓടിയാവാൻ പോയി. നിനക്ക് അവൻ അറിയോ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഓ, മറ്റവളെന്തേ? റീച്ച വന്നിട്ടില്ല. എങ്കി വാ, ഒന്നിച്ച് കഴിക്കാം. ശരിയാ. എനിക്ക് എന്റെ ഭാവി ഭർത്താവിനൊന്ന് കാണണം. എന്ത്? ക്യാതറിൻ, നിങ്ങളുടെ പ്രേമം തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? എന്തായാലും ഉടനെ കെട്ടാനുള്ളതല്ലേ. എന്നാ നിന്റെ മമ്മിയും പാപ്പയൊക്കെ വീട്ടിലോട്ട് വരണം. ഉടനെ ഉണ്ടാവും. എന്നിട്ട് വേണ്ടേ നിന്നെ ഒന്ന് ശരിക്കും പെരുമാറാൻ? വൃത്തിയാട്ടാ തന്നടി. എന്തോന്നടേ? വൈകാതെ മനസ്സിലാകും ക്രിസ്തി. ഇപ്പൊ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നിക്കണേ. ചോദിച്ചോ. നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിക്കൊള്ളണം. ശരി മമ്മി, ഒന്നിപ്പോ പോ. നിന്റെ ഉദ്ദേശം എന്താ? കെട്ടി എന്റെ ജീവിതം തളിക്കാനോ? എന്തോ കെട്ടി കൊണ്ടുപോയി തല്ലി കൊല്ലാനോ? എന്താന്ന് വെച്ചാ കാണിക്ക്. നീ ആയിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ടല്ല എല്ലാം. ഒന്നെന്നെ കേൾക്കാൻ പോലും മുതിർന്നില്ലല്ലോ. നീ അനുഭവിക്കൂ ഇതിന്, ഉറപ്പാ.
എനിക്ക് ഒരുക്കുവാണ്. കണ്ട്. നിങ്ങൾ പോയി സംസാരിക്കും, ഞങ്ങളുടെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോളാം. അല്ല, ഞങ്ങളൊന്നും സംസാരിക്കണതല്ല, പ്രത്യേകിച്ച് ഇനിയിപ്പൊ എന്ത് പറയാനാ. തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പോകാൻ നോക്ക്, ഞങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചോളാം. തന്നെ നിങ്ങൾ നിന്റെ റൂമിട്ട് പൊക്കോ. ആ വാ. റൂം നിന്റെ മനസ്സ് പോലെ കൂടുതലല്ല. നൈസ്. ഈ പറഞ്ഞ ആള് ഗെയിമാണല്ലോ. പിന്നെ നീ എന്തോർത്തിട്ടാണ് മാറി? വോയിസ് ലോ. നീ എന്തോർത്തിട്ട് ഒരു കളക്കഥ ഉണ്ടാക്കി ഇപ്പൊ കെട്ടണോന്ന് പറഞ്ഞു വന്ന് നിക്കുന്നേ? നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എതിർക്കാൻ പാടില്ലായിരുന്നോ? എന്തടി പറയാനൊന്നുമില്ലേ? നീ ഇത് ആഗ്രഹിക്കട്ടല്ലേ അപ്പോ? പിന്നെ ആഗ്രഹിക്കാൻ പറ്റിയൊരു മുതല്. പറയടി, എനിക്ക് എന്താ കുറവ്? പറയടി പുല്ല്, ഞാൻ അത്രയ്ക്ക് മോശമാണോ? വിടാന് നിനക്ക് താല്പര്യമില്ല എന്നെ കേട്ടാൻ? ഇല്ല. അതെന്താ? എന്തെന്താന്ന് എനിക്ക് ഇഷ്ടല്ല, അത്ര തന്നെ. അതെന്താടി മൈ? റയാൻ, സോറി. തോന്നിയ ദിവസം കാണിച്ചിട്ട് സോറി? നീ ആളാകെ മാറിപ്പോയി റയാൻ. പല തവണ ഞാൻ പറഞ്ഞു അത് നീ കാരണമാണ്. മനസ്സിലായില്ലേ നിനക്ക്? ഞാൻ മാത്രം കാരണമായിരിക്കില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ പലതും ഉദ്ദേശിക്കും, എല്ലാം നിന്നോട് പറയണോ? അന്നു, നീ എന്നെ വട്ടാക്കുക. അന്നു. ഓ എന്നാ? നീയും കൂടി ചേരടി. പിന്നെ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അന്നു. ഇവൻ ഇന്ന് ഞാൻ എന്താ വിളിച്ച? ഞാൻ ഒന്നും വിളിച്ചില്ല. എന്തിനാ വെറുതെ നടിയുണ്ടാക്കണേ? താഴത്തോട്ട് പോവാം. നീ പൊക്കോ. ഇത്ര നാളെ ഞാൻ വന്നിട്ടാണോ നീ പൊക്കോണ്ടിരുന്നത്? ആൻഡ് എന്റെ ഒരു നോ മതി നിന്റെ കളക്കഥ പുറത്ത് വരാനും ഈ കല്യാണം മുടങ്ങാനും. അതുകൊണ്ട് ശബ്ദം ഉയർത്തുമ്പോ ഒന്ന് ആലോചിച്ചോ, അതാ നിനക്ക് നല്ലത്. എന്നാ നീ പോയി ഉണ്ടാക്കടി. എന്തിയും മിണ്ടാതെ നിൽക്കുന്നേ? പറയാത്തതായിരുന്നു അപ്പൊ പ്രശ്നം. ഇവള് എന്തിനാ കഥ വിളിച്ചേ? പറയരുത്. റിവെഞ്ചാണ് ഇത്. റിവെഞ്ച് എടുക്കണ ആളോട് ആ പ്ലാൻ തകർക്കല്ലേ എന്ന് പറയുന്നു. ബ്യൂട്ടിഫുൾ. എന്നാ നീ പോ, എനിക്ക് ചെയ്യാൻ പറ്റണം. നീ കണ്ടുപിടിച്ചാണോ? ഓക്കെ. കല്യാണം നെക്സ്റ്റ് 13th നടത്താമെന്നാ വിചാരിക്കണം. പെട്ടെന്ന് പറഞ്ഞോണ്ടാ. പാപ്പാ, ഞങ്ങൾക്ക് ഓക്കെയാണ്. അടയിട്ട് തന്നെ മതി അല്ലേ? എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചതൊക്കെ മതി. ഇനി കല്യാണത്തിനുള്ള പരിപാടിയൊക്കെ തുടങ്ങണം. പെട്ടെന്ന് തുടങ്ങിക്കോ എന്തായാലും. റയാൻ. റയാൻ. Again silence. So are you gonna let me do anything? ഞാൻ വിടന്ന, എനിക്ക് പോണം. Sorry. പ്ലീസ്, എനിക്ക് പോണം. നമ്മുടെ ഇടയിലെ ഡീലോ എല്ലാരോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയാ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നീ പറയാതെ എങ്ങനെ അവന്റെ ഫാമിലി അതറിഞ്ഞു? അത് അവനോട് പോയി ചോദിക്കും, എനിക്കറിയോ? നീ അല്ലാതെ വേറെ ആരിത് പറയാനാ? ഞാനല്ലാതെ ഒരു തവണ ഞാൻ പറഞ്ഞു. ആൻഡ് ആ ഡീൽ ഞാൻ പറഞ്ഞെങ്കിൽ എന്നായിരുന്നു. നിന്റെ ഫ്രണ്ട് ഇത് അറിഞ്ഞല്ലോ. വിടന്നെ. ഇതൊക്കെ എനിക്കുള്ളതല്ലേ? ഹായ്, ക്രിസ്റ്റിയുടെ ഫ്രണ്ട് അല്ലേ? ഞാൻ ഋഷികേശ്, ഋഷി എന്ന് വിളിക്കും. നീ എന്തിനാ അവളെ തൊട്ടെ? അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യമാണ്. എന്ത് പേഴ്സണൽ എന്ന് പറഞ്ഞില്ലേ? അതങ്ങനെ ഇനി നിന്നോട് പറയണേ? എന്താണ് ഇവൻ പറയണേ? നിനക്ക് എന്താ കമ്പനിയാ? എന്നിട്ട് കമ്പനി കിടന്ന് കാണിക്കാൻ പറ്റിയ കാരാണോ നീ അവനും കൂടി ഉണ്ടാക്കിയേ? നീ വിടന്നെ. എന്തേ അവൻ പിടിച്ചപ്പോ ഈ ദേഷ്യം നീ കണ്ടില്ലല്ലോ? കാണാൻ നീ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കാണുമ്പോ നീ അവനെ തടയുമല്ലായിരുന്നല്ലോ. ഇന്നലെ വന്ന ഒരുത്തനായിട്ട് നിനക്ക് എന്താണ് ഇത്ര പേഴ്സണൽ? ആണടി, ഇറ്റ് ഈസ് മൈ ബിസിനസ്. നിന്നെ ഞാനാ കേട്ടാൻ പോണെ. കേട്ടാ ഉറപ്പിച്ചപ്പോ തന്നെ തുടങ്ങിയല്ലോ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാട്ടം. നിർത്തട. ഈ കല്യാണം എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് നടത്തുന്നതാണ്. ചുമ്മാ നിന്റെ കളകഥയുടെ ബാക്കിയല്ലേ. അത് വെച്ചിട്ട് എന്നെയോ നിന്റെ കാര്യത്തിലോ തലയിടാൻ വന്നാലാ അപ്പൊ കാണിച്ചു തരാം. നീ മിണ്ടാതിരുന്നു. എന്നെ പറ്റി ഇമാതിരി വൃത്തിയോട് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? അതാണോ നിനക്ക് വേണ്ടേ? ഇതാ പറഞ്ഞു മിണ്ടാതിരിക്കാൻ.
എന്റെ കൺട്രോള് പോവുക നിന്റെ അടുത്ത് നിൽക്കുമ്പോ. ശാപം, ഇറങ്ങിപ്പോടാ. വന്ന് വണ്ടി കയറ്. നിന്റെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ കാരണമല്ല ഇങ്ങോട്ട് വന്ന്. എനിക്ക് അതിൽ തന്നെ തിരിച്ചു പോകാനും അറിയാം കേട്ടോ. നിന്നെ കെട്ടണത് ഞാനാ, അതുകൊണ്ട് ഞാൻ പറയണ കേട്ട് വന്ന് വണ്ടി കയറ്. നിന്റെ കാറ് വീട്ടിലാ. കാരണല്ലേ ഇങ്ങോട്ട് വന്ന, പിന്നെ എന്താ നീ പറയണേ? ഉച്ചയ്ക്ക് ഞാൻ കൊണ്ട് വീട്ടിലോട്ടു. അപ്പൊ കീയോ? നിന്റെ ടേബിളിൽ നിന്ന് എടുത്തു. മോട്ടിക്കാൻ എടുക്കാനായോണ്ട് പിന്നെ സീനില്ല. വേണോന്ന് വെച്ചിട്ടല്ല, നിന്റെ തന്ത വിളിച്ച് പറഞ്ഞിട്ട് തന്നെ. പപ്പ അങ്ങനെ പലതും പറയും, അതൊക്കെ അനുസരിക്കാൻ നിക്കണേ. ഞാൻ വല്ല ബസ്സിനും പൊക്കോളാം. ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ വന്ന് കേറ്. പറ്റില്ല. പറഞ്ഞപ്പോഴേക്കും പോയി തുണ്ടി. ഓ, എന്തോടെ നിൽക്കണേ? എന്റെ കാറ് വീട്ടിലാ. എങ്കിൽ വാ, ഞാൻ കൊണ്ടുവിടാം. അത് പാടി ക്രിസ്റ്റി, ഞാൻ വരാടാ. ആടാ വാ. ഞാൻ ബാക്കിലിരുന്നോളാം. നീ ഫ്രണ്ടിലിരുന്നോ? വേണ്ട. ഓ തർക്കിക്കണ്ട, അവള് ബാഗിലിരുന്നോട്ടെ. നീ എന്തിനാ നിർബന്ധിക്കുന്നേ? എന്നാ ഞാനും ബാഗിലിരുന്നോളാം. അതെന്തിനാ? എനിക്ക് ബാഗിലിരിക്കുന്നതല്ല ഇഷ്ടം. നീ ബാക്കിൽ തന്നെ ഇരിക്കുന്നോ? ഇരുന്നോളാം. അവിടെ ഇവിടെ ഇരുന്നോളൂ അല്ലേടി? ആ ശരി, ഇരുന്നോങ്കി. വാ, ഫ്രണ്ടിൽ പോരാ. അതെന്താ? നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും ബാഗിലിരുന്ന. ഓ പോയിരുന്നോടി. ഹലോ. ഹലോ, ആരാ? റയാൻ. എന്താ? ഞാൻ ആരുടെ കൂടെ ഇന്ന് വന്നോ? ക്രിസ്റ്റിയുടെ കൂടെ. ആ വൃത്തിയായിട്ടൊന്നും ഇല്ലായിരുന്നോ കൂടെ? മനസ്സിലായില്ല. ആ ഋഷി ഇല്ലായിരുന്നോ എന്ന്. നീ അവനോട് നിന്റെ കൂടെ ഇരിക്കാൻ സമ്മതിച്ചോ? ആ സമ്മതിച്ചു. മതിയായില്ലേ നിനക്ക്? എന്ത്? ഇങ്ങനൊരു മതി, നിർത്ത്. അവൻ നിന്നെ ദേഹത്ത് തൊട്ടൂലേ? തൊട്ടെങ്കിൽ നിനക്ക് എന്താ? എനിക്ക് എന്താ ഇല്ലാത്ത? കണ്ടവന്മാര് കയറി മറിഞ്ഞൊരു. നിർത്തടാ മാറി. നീ എന്താടി ഒന്ന് എതിർക്കാഞ്ഞ അവൻ തൊട്ടപ്പോ? എന്റെ അവസ്ഥയായി പോയി, അതാ. എന്തവസ്ഥ? നീ വല്ലാതെ ആസ്വദിക്കണ്ടല്ലോ ഇതൊക്കെ. പ്ലീസ് സ്റ്റോപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ തരാടി കെട്ട് കഴിഞ്ഞിട്ട്. നീ എന്ത് പണ്ടാരാന്ന് വെച്ചാ കാണിക്ക്. എന്ത് വിധിയാ കർത്താവ് ഇത്.